കണ്ണൂർ കോർപ്പറേഷനിൽ UDF വീണ്ടും അധികാരം പിടിക്കുമ്പോൾ അതിനകത്ത് ശ്രദ്ധേയമായ വിജയം നേടിയ ഒരു സ്ഥാനാർത്ഥിയാണ് അഡ്വക്കേറ്റ് പി ഇന്ദിര. പയ്യാമ്പലത്ത് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഇന്ദിരയ്ക്കെതിരെ ഒരു കോൺഗ്രസ് വിമത രംഗത്തുണ്ടായിരുന്നു. ഒപ്പം തന്നെ LDFിൻ്റെയും NDAയുടെയും സ്ഥാനാർത്ഥി. ഇത്തരത്തിൽ 4 സ്ഥാനാർത്ഥികളുള്ളൊരു ഡിവിഷനിൽ വളരെ ശക്തമായ പോരാട്ടം നടന്ന ഡിവിഷനിൽ 48 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അഡ്വക്കേറ്റ് പി ഇന്ദിര ജയിച്ചു കയറിയത്. ഏതായാലും അഡ്വക്കേറ്റ് പി ഇന്ദിരയാണ് ആദ്യഘട്ടം മുതൽ UDFിൻ്റെ മേയർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്ന വ്യക്തിത്വം കൂടിയാണ് അഡ്വക്കേറ്റ് പി ഇന്ദിരയുടെ. ഇപ്പം അഡ്വക്കേറ്റ് പി ഇന്ദിര ഇപ്പം നമ്മോടൊപ്പം ചേരുകയാണ്. മത്സരം കടുത്തതായിരുന്നു. തീർച്ചയായും നല്ല കടുത്തത് തന്നെയായിരുന്നു. അത് കടുത്തതാവാനുള്ള പ്രധാന കാരണം വോട്ടർമാരുടെ എണ്ണം വളരെ കുറവായിരുന്നു. 1348 വോട്ടർമാരാണ് അവിടെ ഉള്ളത്. അതിൽ പോൾ ചെയ്തിട്ടുള്ളത് 835 വോട്ടാണ്. അതിൽ 4 പേര് വോട്ട് ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ഒരു തരത്തിലുള്ള ഒരു ആശങ്ക ഉണ്ടായിട്ടുണ്ട്. എന്നാലും ജയിച്ചു കയറുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു വിജയം തന്നെയാണ്. 50-നും 100-നും ഇടയിൽ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ള ഒരു കാൽക്കുലേഷനാണ് ഞങ്ങൾ നടത്തിയത്. അപ്പോൾ അതിലൊരു 50 വോട്ടിൽ വോട്ട് എണ്ണുമ്പോഴും ഒരു ടെൻഷൻ ഉണ്ടാവും. വലിയ ടെൻഷൻ തന്നെയായിരുന്നു. കാരണം 4 പേര് നമ്മളെ തന്നെ റിബൽ സ്ഥാനാർത്ഥി വരുമ്പോൾ അത് നമുക്ക് എന്തായാലും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണല്ലോ. എന്തായാലും പയ്യാമ്പലത്തെ ജനങ്ങൾ കൈവിട്ടിട്ടില്ല എന്നുള്ള ഒരു സന്തോഷമുണ്ട്. അവരോട് ഒരുപാട് നന്ദിയുണ്ട്. മൂന്ന് ടേമിലും, അതായത് 3 കോർപ്പറേഷനായി. ഇപ്പം നമുക്ക് 3ാമത്തെ കോർപ്പറേഷൻ ഭരണസമിതിയാണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ 3 കൗൺസിലും അംഗമായി വരാനുള്ളൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അത് 3 ഡിവിഷനുകളിൽ കൂടിയാണ് അല്ലേ? അതെ. അത് സംവരണം വരുമ്പോൾ നമ്മൾ മാറിക്കൊടുക്കേണ്ട സാഹചര്യം വരുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് മാറി വരുന്നത്. എന്തായാലും ഇതുപോലെയുള്ള ഒരു ടെൻഷൻ മറ്റ് 2 സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ടായില്ല. കാരണം വളരെ കൂളായി ഞങ്ങൾ ഇലക്ഷനെ നേരിട്ടതായിരുന്നു മറ്റ് 2 ഡിവിഷനും. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു റബല് വന്നതോടുകൂടി നമുക്കൊരു ആശങ്ക ഇല്ലാതില്ല. എന്തായാലും ജയിച്ച് കയറുമെന്ന് ഉറപ്പുണ്ടായാൽ പോലും വോട്ടിൻ്റെ എണ്ണം കുറവായതുകൊണ്ട് നമുക്കതിൽ വലിയ പേടിയുണ്ടായിരുന്നു. നിലവിലിപ്പം ഡെപ്യൂട്ടി മേയറാണ്. ഇനിയൊരു നിയോഗം മേയർ സ്ഥാനത്തേക്ക് ആണ്. അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ? അങ്ങനെ പറയാറായിട്ടില്ല. ഇത് പാർട്ടിയാണല്ലോ തീരുമാനിക്കേണ്ടത്. എന്തായാലും പാർട്ടിയാണ് എനിക്ക് ഇത്രയും സ്ഥാനങ്ങളൊക്കെ തന്നത്. കാരണം KSU മുതൽ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിലുണ്ട്. അതിനുള്ള അംഗീകാരം എനിക്ക് എപ്പോഴും പാർട്ടി നൽകിയിട്ടുണ്ട്. ആ അംഗീകാരം അത് നല്ല രീതിയിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ നിറവേറ്റിയിട്ടുണ്ട് എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. കഴിഞ്ഞ 2 വർഷക്കാലം ഡെപ്യൂട്ടി മേയർ എന്ന നിലയിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു ഭരണം കാഴ്ചവെക്കാൻ കോർപ്പറേഷനിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു നല്ല വിശ്വാസം എനിക്കുണ്ട്. എന്തായാലും പാർട്ടി എന്താണ് തീരുമാനിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. അത് വലിയ ശക്തമായ നേതൃത്വമുണ്ട്. ആ നേതൃത്വം നല്ല രീതിയിലുള്ള ഒരു തീരുമാനം എടുക്കുമെന്നുള്ള വിശ്വാസമുണ്ട്. ഏതായാലും ഇനിയിപ്പം വരുന്ന കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ കണ്ണൂരിൻ്റെ മാറ്റങ്ങൾ ഒരുപാട് വരേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. അതിൻ്റെ അകത്തേക്ക് വലിയൊരു പിന്തുണയാണ് ജനങ്ങൾ നൽകിയിരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു പ്രവർത്തനം UDFിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും അതിൽ യാതൊരു സംശയമില്ല. കാരണം നല്ല കെട്ടുറപ്പുള്ള ഒരു ഭരണ സംവിധാനം തന്നെയാണ് വരാൻ പോകുന്നത്. ഒരുപാട് നമ്മുടെ പ്ലാൻ ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കാനുണ്ട്. അതിൽ നമ്മുടെ സ്റ്റേഡിയം, അതുപോലെ തന്നെ പഴയ ബസ് സ്റ്റാൻഡ്, കാൽടെക്സിലുള്ള കോംപ്ലക്സ്, അങ്ങനെ വലിയ വികസനം നമ്മുടെ മുന്നിൽ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടുവരാൻ ഈ 5 വർഷം കൊണ്ട് സാധിക്കുമെന്നുള്ള നല്ല വിശ്വാസമുണ്ട്. അതോടൊപ്പം തന്നെ ജനക്ഷേമകരമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ നമ്മൾ ആസൂത്രണം ചെയ്ത ഒരുപാട് പദ്ധതികളുണ്ട്. അത് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസമുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കയറി. ഇനി അടുത്തത് മേയർ പദവിയാണ്. നേരത്തെ തന്നെ മേയറിൻ്റെ സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കപ്പെടുന്നു എന്നുള്ള വാർത്തകൾ വന്ന ആളാണ് അഡ്വക്കേറ്റ് പി ഇന്ദിര. കണ്ണൂരിൻ്റെ പുതിയ മേയറായിട്ട് അഡ്വക്കേറ്റ് പി ഇന്ദിര വരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ക്യാമറാമാൻ രാജേഷ് വടയൂർക്കൊപ്പം ബിജീഷ് ഗോവിന്ദൻ, മീഡിയ 1 കണ്ണൂർ.